അമ്മച്ചി എന്ന് പറയുന്നത്? അമ്മച്ചിനെ കച്ചോളം കൈ പിടിക്കാൻ അമ്മച്ചി എന്നുള്ളത് 10-30 വയസ്സായി എന്നെ ഇവൻ അമ്മച്ചേനെ വിളിക്കുന്നുണ്ട്. ഇവനൊക്കെ ഞാൻ കണ്ടല്ലേ കുട്ടി. അയ്യോ അങ്ങനെ നല്ല നേരെ വഴിക്ക് കാണാൻ. കുട്ടിയോട് ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞ പ്രേമവിവാഹമായിരുന്നു? പ്രേമമായിരുന്നു. ഞാനേ 6 കൊല്ലം ഒരു ചെറുക്കനെ സ്നേഹിച്ചു. 7ാമത്തെ കൊല്ലം ഞാൻ വേറൊരുത്തനെ കല്യാണം കഴിച്ചു. അങ്ങനത്തെ പ്രേമവിവാഹമായിരുന്നു? വിവാഹം എന്താ ഇത്രയും താമസിച്ചെന്ന് ഒന്നുമല്ല, കുറച്ച് ദോഷം ഉണ്ടായിരുന്നു. ഓ, ചൊവ്വാദോഷം. ചൊവ്വാദോഷല്ല, നല്ല പേര് ദോഷം. മക്കളൊക്കെ അയ്യോ പൊന്നു മോനെ, മക്കളെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ പോലെയൊന്നും അല്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവം. വായ വിരലിട്ടാ കടിക്കില്ല. അത്ര പാവാ എന്റെ മോള്. പക്ഷെ അവനെ കെട്ടിയോനുണ്ടല്ലോ, അവളുടെ കെട്ടിയോനും പരനാറിയ. എന്റെ ഒരു ഗതികേട്, എന്റെ കുട്ടിയുടെ കഷ്ടകാലം. പൈസ കൊടുക്കാൻ പറഞ്ഞ എന്റെ കൈ പിടിച്ച് തിരിച്ചമ്മ. എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടില്ലേ, പറഞ്ഞു കൊടുക്ക്. എത്ര 2 രൂപ. 2 രൂപയ്ക്കാണ് നീ എന്റെ കുട്ടിയുടെ കൈ ഓടിച്ചത്? 2 രൂപയ്ക്ക് എന്താ വെള്ളെങ്കിലും കിട്ടും. ഇപ്പൊ 500-1000 വെച്ച് നടന്നിട്ട് എന്താണെന്നുള്ളേ? അമ്മ ഇയാള് ശരിയാവൂല. അമ്മയ്ക്ക് അറിയാമോ, ഇയാളുടെ കൂടെ പഠിച്ചവരൊക്കെ നല്ല ഉയർന്ന നിലയിലേക്കാ ഓരോ ദിവസം ചെല്ലും തോറും പോണത്. ഇയാളാണെങ്കിൽ അങ്ങനെയാണ്, ഓരോ ദിവസം ചെല്ലും തോറും താഴ്ത്തോട്ടാ പോണത്. എന്താടാ അങ്ങനെ? എന്റെ കൂടെ പഠിച്ചവരൊക്കെ കെട്ടിടത്തിന്റെ പണിയെടുത്ത് മുകളിലേക്ക് പോണത്. എനിക്കെന്താ പണി? കിണറിന്റെ പണി. ഞാൻ താഴേക്ക് പോയാലേ കൊടുക്കാൻ പറ്റുള്ളൂ. അമ്മ ഇങ്ങനെ അമ്മ എന്തെങ്കിലും പറഞ്ഞ അങ്ങോട്ട് വർത്താനം പറഞ്ഞ് ജയിക്കാലോ. അമ്മയ്ക്ക് കേൾക്കണം, രാത്രി ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഞങ്ങള് രാത്രി ചോറുണ്ണും ഉണ്ണും. ഞാൻ പറയും, എന്റെ അമ്മയില്ലേ, ഞാൻ എല്ലാം പറയും. എന്നിട്ട് പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പാത്രമൊക്കെ മോറി വെച്ച് കിടക്കും. എന്നിട്ട് ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഉറങ്ങും. പിന്നെ കോളാ. ഇതൊക്കെ അമ്മയോട് പറയാൻ പറ്റും? അമ്മയ്ക്ക് എന്നെ നാണാവ്. അമ്മ ഇങ്ങനെ രാത്രി മുഴുവൻ ഇരുന്ന് കട പെമ്പിള്ളേരെ ഫോൺ വിളിക്കുവാന്ന്. ഫോൺ കോള്. ഞാൻ ഫോൺ കോൾ ചെയ്യണം എനിക്ക് പ്രശ്നം. നോക്കേ, നിങ്ങളെ മോള് കോള് വരുമ്പോ ഞാൻ നോക്കുമ്പോ അവക്ക് ഏതോ ഒരു ഉണ്ണിക്കണ്ണൻ വിളിക്കണേ. അതാരാന്ന് ചോദിക്ക്. അയ്യേ, ഉണ്ണിക്കണ്ണൻ. അമ്മ അൺനോൺ നമ്പർ എഴുതിയതാ. ഈ മനുഷ്യനെ എഴുതുമാതിനെ അറിയാവോ? ഇംഗ്ലീഷ്. അമ്മ ഇയാൾക്ക് മുഴുവൻ ഭ്രാന്താണ്. എനിക്കല്ലടി ഭ്രാന്ത്, നിന്റെ ഈ തള്ളക്കാണ് ഭ്രാന്ത്. ഈ തള്ളന്റെ ഭ്രാന്ത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിച്ചിട്ടേ ഞാൻ കൊണ്ടുവരും. ഞാൻ വിളിച്ചിട്ടുണ്ട്, വരും. നമസ്കാരം. അതെ, ഉറങ്ങിക്കിടന്ന ഒരാളുടെ മുന്നിൽ ചെന്നിട്ട് അയാൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോ ശല്യം സഹിക്കാൻ വയ്യാതെ അയാൾ കയ്യിൽ കിട്ടി എന്തോ എടുത്ത് തലക്കടിച്ചു കൊടുത്തതാ. അതൊക്കെ പോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ മറക്കാം. എന്താണ് ഇപ്പോ എന്നെ വിളിച്ചത്? പറയൂ. ഭ്രാന്താണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കി കിടക്കണം. ഉറങ്ങുന്നില്ല, തീരെ ഉറങ്ങുന്നില്ല. നിസ്സാര കേസല്ലേ, എന്നെ വിളിക്കേണ്ട കാര്യമുണ്ട്. ഉറക്ക ഗുളിക കൊടുത്താ പോരെ? ഉറക്ക ഗുളിക കൊണ്ട് പിട്ടുണ്ടാക്കി കൊടുത്തിട്ട് തള്ള ഉറങ്ങിയിട്ടില്ല. ഗുളിക ഏക്കത്തില്ല. അപ്പൊ നമുക്ക് ഇത് ചെയ്താലോ? മാന്തി പറിക്കല്ല, നമ്മൾ ഇങ്ങനെ ചെയ്ത് ഉറക്കുന്ന ചെയ്താലോ? ശ്രമിച്ചു നോക്ക്. ഓക്കെ, നിങ്ങൾ ഉറങ്ങുകയാണ്. അയ്യോ ഒരു മിനിറ്റ്. എന്താ? ഞാനേ ഉറങ്ങണേന് മുമ്പ് ഒരു ഗുഡ് നൈറ്റ് പറയട്ടെ. പിന്നെ പറയാൻ ആയിക്കോട്ടെ, എന്നാ പിന്നെ ഇങ്ങോട്ട് നിൽക്കൂ. ഓക്കെ, നിങ്ങൾ ഉറങ്ങുകയാണ്. യു ആർ ഗോയിങ് ടു ഡീപ് സ്ലീപ്പ്. നിങ്ങൾ ഉറങ്ങുകയാണ്. ഞാനല്ല ഡോക്ടർ, ഞാനല്ല. സാധാരണ നിന്റെ അടുത്തൊന്നാണല്ലോ ഇതുപോലത്തെ ശബ്ദം വരുന്നത്. പക്ഷേ ഇത് എന്നെക്കാളും മികച്ച ആരുമാണ്. അതെ. നിങ്ങൾ ആരെയാണ് ഉന്നം വെച്ചത്? ഉന്നം വെച്ചത് അമ്മയാണ്, പക്ഷെ കൊണ്ടത് എന്റെ ഭാര്യക്കാണ്. അതെ. അപ്പൊ ഇത് കുഴപ്പമില്ല, ഞാൻ തന്നെ എഴുന്നേപ്പിക്കാം. വേണ്ട, എന്റെ ഭാര്യനെ ഉണർത്താൻ എനിക്കറിയാം. ആരെങ്കിലും കൈ കാണിച്ച് അപ്പ കിടന്ന് ഉറങ്ങിക്കോളും. ചിലപ്പോ ഹിപ്നോട്ടിസം പാളിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും?
രണ്ടെണ്ണം അടിക്കാൻ കൊടുത്താൽ തള്ള ഉറങ്ങിക്കോളും. അയ്യോ നിങ്ങളുടെ അമ്മേനെ തല്ലുന്നത് ഒരു അന്തസ്സിന് ചേർന്ന പണിയല്ല. പെഗ് കൊടുത്താലോ കാര്യം. 2 പെഗ്. ആ. ഇത് നേരത്തെ പറയട്ടെ. ഉണ്ടോ? സിസ്റ്റർ Yes, ബാഗ് എടുക്കൂ. ഞാൻ സിബ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അടിക്കൂ. എനിക്ക് മദ്യപാനം ഈ ചുണ്ടിന്റെ അടിയിൽ വെക്കണ സാധനം ചവയ്ക്കണ സൈ ഒരു പരിപാടി ഇല്ലല്ലേ? പക്ഷെ നിങ്ങൾ വിചാരിച്ചൊരു ലോക്കൽ മദ്യം അല്ല ഇത്. ഇതൊരു 30 വർഷം മണ്ണിനടി കുഴിച്ചിട്ട മദ്യമാണ്. നല്ല വീര്യമുള്ള മദ്യം. ഏകദേശം ഒരു 50,000 രൂപ വില വരും ഈ മദ്യത്തിന്. അതാ ചോദിച്ചാ അടിക്കുന്നോന്ന്. പതിവില്ല. അതാ വേണ്ട, പതിവില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇത് വിസ്കിയാണ്. 30 വർഷം മണ്ണിനടി കുഴിച്ചിട്ടതാണ്. 50,000 രൂപ വിലയുള്ളതാണ്. എന്റെ പ്രൊഫസർ എനിക്ക് തന്നതാണ്. പ്രൊഫസർ തന്നാണ്? തന്നല്ല, ഇത് ഞാൻ പ്രൊഫസറിന്റെ വിസ്കിയാണ്. ഇത് വില കൂടിയ മദ്യമായതുകൊണ്ട് ഇത് തുറക്കുന്നതിന്റെ പ്രത്യേക ഒരു രീതിയാണ്. ഇത് നമ്മളിങ്ങനെ മുകളിലിങ്ങനെ ഒരു 3 പ്രാവശ്യം തട്ടും. ബാക്കിൽ ഇങ്ങനെ ഒരു 3 പ്രാവശ്യം തട്ടിയതിനു ശേഷം നമ്മളിങ്ങനെ പിടിച്ച് എങ്ങനെ തുറക്കുമ്പോൾ ഇത് തുറന്നു. ഗ്ലാസ് വരൂ. ഇതിന് 50,000 രൂപ വില വരുന്നതാണ്. തള്ളക്ക് കൊടുക്കണോ?